എനിക്കിപ്പോഴും പുഴയെ കുളിക്കുന്ന ഇഷ്ടം. സെമിനാരിയിലെ ബാത്റൂമിൽ കുളിച്ചാലേ ചൊറിച്ചിൽ വരും. അയ്യോ വാ വാ. കോടനാട് അപ്പുറത്തെങ്ങാണ്ടുള്ളതാ. പട്ടണി മൂത്ത് തള്ളയും 3 മക്കളും കൂടെ ആറ്റിച്ചാടി. ബാക്കിയുള്ളവർ പോയി. ഞങ്ങൾ കാണുമ്പോ ഇവന് ഏതാണ്ട് തീർന്ന മട്ട. എന്താ നിന്റെ പേര്? ദേവരാജൻ. ജാതി? ഓ, അതങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. വേണമെങ്കിൽ നമ്മുടെ കൂടെ ചേർത്ത്. എന്നിട്ട് വേണം ഇവന്റെ ആൾക്കാരെ എന്നെ എടുത്തിട്ട് തൊഴിക്കാൻ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണല്ലോ അച്ഛൻ. അത് മതി. പക്ഷെ ഇവൻ നന്നാവോ അറിയിച്ച? വലിയ പ്രതീക്ഷ വേണ്ട. റെക്ടറച്ചന്റെ ഊഹം തെറ്റിയില്ല. നല്ല ഒന്നാന്തര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവനെ പഠിപ്പിച്ചത്. എന്തു ഫലം? 14-ാമത്തെ വയസ്സിൽ അവൻ അനാഥമന്ദിരം ചാടി. 18-ാമത്തെ വയസ്സിൽ അവൻ അകത്തുപോയി, സെൻട്രൽ ജയിലിൽ. 3 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ദേവരാജൻ ഒരു തികഞ്ഞ ചട്ടമ്പിയായി. വെട്ടേ കുത്തേ കൂലിത്തൻ എന്ന് വേണ്ട, ഒരു 5-6 കൊല്ലം കൊണ്ട് ഈ പൂജപ്പുര ദേവരാജൻ എന്ന് പറഞ്ഞാൽ അലബലാദികളിടയിൽ ഒരു നിലയും വിലയൊക്കെയായി. ഇരുട്ടടിയായിരുന്നു അവന്റെ സ്പെഷ്യാലിറ്റി. അങ്ങനെ ഡ്രാക്കുള എന്നൊരു വട്ടപ്പേരും. ഡ്രാക്കുള? അതേ ബ്രദർ, ഡ്രാക്കുള ദേവരാജൻ. ഈ നല്ല നല്ല ചട്ടമ്പികളാവുമ്പോ ഇങ്ങനെ ചില ഡിഗ്രികളൊക്കെ വേണമല്ലോ. കോട്ടയം കുഞ്ഞച്ചൻ, പ്രായക്കര അപ്പ, ഇറച്ചിപ്പോളി. പക്ഷേ ഇവന്മാരിന്നൊക്കെ ദേവരാജന്റെ വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ അവൻ നല്ലൊരു പണിക്കാരനായിരുന്നു. എന്ത് പണി? ഈ പണി എന്നൊക്കെ ചോദിച്ചാൽ പല പണിയും ചെയ്യും. ഒന്നാമത്തെ പണി ക്രെയിൻ ഓപ്പറേഷൻ. അതായത് ഇടിച്ചു മറിഞ്ഞു കിടക്കുന്ന വണ്ടികളൊക്കെ പൊക്കിക്കൊടുക്കുക. പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ ഗുണ്ടായിസം. രണ്ടും കാശിനാ.